കാര്യം കൂടെ പറയട്ടെ. ശ്രീ KV തോമസിനെ ഇവിടെ കുറെ കോൺഗ്രസിന്റെ പ്രതിനിധി അങ്ങ് അപമാനിക്കുന്നു. 18 എംപിമാരുണ്ടല്ലോ മിസ്റ്റർ ഈ കേരളത്തിൽ. ഏതെങ്കിലും ഒരു MP ഇന്ത്യയുടെ പാർലമെന്റിൽ എണീറ്റ് നിന്ന് ഒരു ചോദ്യം കേരളത്തിന് വേണ്ടി ചോദിച്ചോ? ആകെ 2 തവണ. ഒരു തവണ കേരളയിൽ വേണ്ടെന്ന് പറഞ്ഞ് എണീറ്റ് നിന്നു, സമരം ചെയ്തു. 2 പോറ്റിയെ കയറ്റിയത് ആരെന്ന് പാട്ട് പാടാൻ എണീറ്റു. അല്ലാതെ ഈ എംപിമാർ 18 എംപിമാർ ഈ കേരളത്തിന് വേണ്ടി ഒരു വാക്ക് ഉച്ചരിച്ചിട്ടുണ്ടോ ഇന്ത്യയുടെ പാർലമെന്റിൽ? ശരി, അപ്പോൾ ശ്രീ അത് വഴിയേ അറിഞ്ഞോളൂ. മാന്യനായ അരുൺകുമാർ ഇവിടെ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് 18 എംപിമാരുണ്ടെന്നേ. അവർക്കുമില്ലേ MP? ഇപ്പോ ജോൺ ബ്രിട്ടാസിനെ പോലെ BJPക്കും CPM-നും ഇടയിൽ പാലമാവാൻ ശേഷിയുള്ള MP ഉണ്ടല്ലോ. അദ്ദേഹം പാലമാണെന്ന് പറഞ്ഞത് ആരാ? ഞങ്ങളൊന്നും അല്ലല്ലോ. ഔദ്യോഗികമായി BJP തന്നെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പാലം പദവി അംഗീകരിച്ചതാ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞങ്ങൾക്കും എംപിമാരുണ്ട്, അവർക്കും എംപിമാരുണ്ടെന്നേ. എംപിമാർ ഇങ്ങനെ ഉള്ളപ്പോ ഞങ്ങളുടെ എംപിമാരെ കുറിച്ച് അവർ വിമർശിച്ചോട്ടെ. ഈ പറയുന്ന പാലം പണിക്കാരൻ MP ഉണ്ടല്ലോ, ജോൺ ബ്രിട്ടാസ് ഉള്ളപ്പോ പ്രത്യേക പദവി കൊടുത്ത് പേഴ്സണൽ സ്റ്റാഫിനെയും ഓഫീസിനെയും വെച്ച് KV തോമസിനെ നിയോഗിച്ചത് കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനോ അതോ CPM-ന്റെ ആവശ്യങ്ങൾ BJP-യിൽ നിന്ന് നേടിയെടുക്കാനോ ആ പ്രത്യേക ബന്ധം ഉപയോഗിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യം ഇപ്പോഴും റെലവന്റ് അല്ലേ? നിങ്ങൾ ഞങ്ങളുടെ എംപിമാരെ വിട്ടേക്കൂ. നിങ്ങളുടെ MP പാലമണി MP ഉണ്ടല്ലോ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.